ാണ് ഞാൻ നീത്തുവിന്റെ ആദ്യം പറയാം. അവള് തുടങ്ങിയില്ലേ, ഊഞ്ചൽ ആടിനാൾ കണ്ണൂഞ്ചൽ ആടിനാൾ പൊന്നൂഞ്ചൽ ആടിനാൾ കാഞ്ചനമാലൈ മണമകിഴ്ന്നാൾ. അവിടെയൊക്കെ സ്പീഡ് കൂടി പോണം മോള് പാടുന്നതിനകത്ത് കേട്ടോ. ആ ഒരു കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ആ പോർഷൻ വന്നാലേ എന്നെ സുഖമുള്ളൂ. പിന്നെ ഒരു സ്നേഹഗംഗ ആദ്യത്തെ ഒരു സ്നേഹഗംഗ ഒരു സ്നേഹഗംഗ അത്രയും സ്ലോ ആയിട്ട് പാടി. ഗംഗ ഗംഗ നൈർമല്യമായി ഒരു സ്നേഹഗംഗ നിർമ്മല്യമായി. കുറച്ചുകൂടെ ഒന്ന് സ്ലോ ആയിട്ട് വരണം കേട്ടോ. സ്പീഡ് വേണ്ട അതിന്. പിന്നെ എന്നെ മറന്നു ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ശ്രുതി ചേർന്നില്ല. പിന്നെ വെളിപ്പലവിൽ ചേഞ്ച് ഇല്ലേ ആ സ്നേഹഗംഗ. ഒരു സ്നേഹഗംഗ ഒരു സ്നേഹഗംഗ ഗംഗ ഗംഗ. ഒന്നുകൂടെ ക്ലീൻ ആയിട്ട് പഠിക്കണം കേട്ടോ ആ പോർഷൻ പോലെ. പിന്നെ അഗ്രഹാര രാത്രിയിൽ ആ പോർഷൻ മുഴുവൻ ഒന്നുകൂടെ വൃത്തിയാവാനുണ്ട്. നീത്തുന് അവിടെ ആയപ്പോ കുറച്ച് ഒച്ച അടയ്ക്കുകയും ചെയ്തു ആ പോർഷൻ വന്നപ്പോ. രണ്ട് മോളുടെ ഞാൻ എഴുതിയിരിക്കുന്നത് സുധീഷിന്റെ മതി വരില്ലല്ലോ ആ സെയിം പോർഷൻ അവിടെ ഒന്നുകൂടെ വൃത്തിയാവാനുണ്ട്. തണ്ടുലഞ്ഞൊരു ആമ്പൽ ആമ്പൽ അവിടെയും സുധീഷിന് ആ ഗ്രിപ്പിൽ വന്നില്ല. കണ്ണിനു കണ്ണാം അവിടെ. ഇത്രയൊക്കെ ഞാൻ എഴുതിയത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശ്രീയേട്ട തിരക്കടില്ലത് പാടി. വെരി ഗുഡ്. ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? സുധീഷിന് മനസ്സിലായോ? നിങ്ങൾ കേട്ട് പാടുകയാണ്, പഠിച്ച് പാടുകയല്ല. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷെ ഈ രാഗം നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഭാവപ്രകടനങ്ങൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് വന്നേനെ. ആ ഒരു സ്നേഹസന്ധ്യ എന്നുള്ളത് പാടിക്ക്. ഒരു സ്നേഹഗംഗ ഗംഗ നൈർമല്യമാ. ഒരു സംഗതി പാടുന്നുണ്ടല്ലോ നീത്തു, അത് ആ പോർഷൻ പുള്ളിക്കുണ്ടോ? കണ്ണീനു കണ്ണ കണ്ടോ? അതാണ് കണ്ണീരോ കണ്ണ. ആ ഫീല് കണ്ടു. അതിപ്പോ അങ്ങനെ പാടൂ. കണ്ണീനു കണ്ണ കണ്ണ. ഇതിന്റെ കുഴപ്പം വേറൊന്നുമല്ല, പഠിക്കാത്ത ബേസിക് ആയിട്ട് പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഏത് പാട്ട് പഠിക്കാത്തതിന്റെ അല്ല, ബേസ്മെന്റ്. അതായത് ഈ ഓരോ രാഗത്തിന്റെ ശരി